നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാഗലിംഗമരം, നാഗമരം എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ലെസിത്തിഡേസി കുടുംബത്തിലെ കുരോപ്പിറ്റ ജനുസിൽപ്പെട്ട ഒരു മരമാണ് നാഗലിംഗം. സസ്യശാസ്ത്ര ലോകത്തെ അപൂർവ മരമായി കണക്കാക്കപ്പെടുന്ന സസ്യമാണിത്. സുഗന്ധവും വർണ്ണവും ഔഷധവും മേളിക്കുന്ന പുഷ്പങ്ങളാണ് നാഗലിംഗത്തിൻ്റേത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുരോപ്പിറ്റ ഗ്യാനൻസിസ് എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ നാഗലിംഗം, നാഗലിംഗമരം, നാഗമരം, സർപ്പഗന്ധി, കൈലാസപതി, നാഗവൃക്ഷം, നാഗലിംഗപ്പൂമരം, പീരങ്കി ഉണ്ടമരം എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ പീരങ്കി ഉണ്ടകൾ പോലുള്ള കായകൾ ഉണ്ടാകുന്നതിനാൽ ഇതിനെ കാനൻ ബാൾ ട്രീ എന്നാണ് വിളിക്കുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ നാഗപുഷ്പ എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ ഇതിനെ നാഗലിംഗ എന്നറിയപ്പെടുന്നു. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കോടിലിംഗാലു എന്നാണ് പറയുക. തമിഴിൽ ഇതിനെ നാഗലിംഗം എന്നാണ് പറയുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലാ കാടുകളിൽ കാണപ്പെടുന്ന വൃക്ഷമാണ് നാഗലിംഗം. കേരളത്തിലെ പല ആശ്രമങ്ങളിലും ഈ മരം കണ്ടുവരുന്നുണ്ട്. തെക്ക് മധ്യ അമേരിക്കകളിലെ മഴക്കാടുകളുടെ ദേശവാസിയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. രൂപവിവരണം നോക്കാം. 35 മീറ്റർ വരെ ഉയരത്തിൽ വളരാറുള്ള സസ്യമാണിത്. നാഗലിംഗത്തിൻ്റെ ഇലകൾ ഒത്തുചേർന്ന് പല നീളത്തിൽ കാണാറുണ്ട്. സാധാരണ 8 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ ആണെങ്കിലും അപൂർവമായി 57 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള ഇലകൾ ഉണ്ടാകാറുണ്ട്. ഇളം പച്ച നിറത്തിലുള്ള ഇലകൾ മൂപ്പത്തുന്നതിനനുസരിച്ച് കടും പച്ച നിറമാകുന്നു. മരത്തിൻ്റെ തടിയിൽ നിന്നുള്ള തണ്ടുകളിലാണ് പൂക്കൾ വിരിയുക. ഈ തണ്ടുകൾ ഒരു നാഗത്തെ പോലെ ചുറ്റി വളവുള്ളതാണ്. 80 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കുലകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ചില മരങ്ങളിൽ വളരെയേറെ പൂക്കളുണ്ടാകും. മരം മുഴുവൻ പൂക്കളാൽ നിറയുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 1000-ഓളം പൂക്കൾ വരെ ഇതിലുണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നല്ല സുഗന്ധമുള്ളവയാണ് പൂക്കൾ, പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും. 6 സെൻറ്റിമീറ്ററോളം വ്യാസമുള്ള 6 ഇതളുകളുള്ള വലിയ പൂക്കൾ മിക്കവാറും കടുപ്പമുള്ള നിറങ്ങളോട് കൂടിയവയാണ്. ഇതളുകളുടെ ചുവടുകളിൽ പിങ്കും ചുവപ്പും നിറമുള്ളപ്പോൾ അഗ്രഭാഗമാകുമ്പോഴേക്കും മഞ്ഞ നിറമാകുന്നു. ചുവപ്പ്, പിങ്ക്, മഞ്ഞ, വെള്ള നിറങ്ങൾ ചേർന്നതാണ് നാഗലിംഗ പുഷ്പം. പൂമുട്ടുകൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറമാണെന്ന് പറയാം. തെങ്ങിലെ മച്ചിങ്ങ പോലെ കുലകുലയായിട്ടാണ് പൂമുട്ടുകൾ ആദ്യം കാണപ്പെടുന്നത്. മുട്ടുകൾ ഉരുണ്ട് സാമാന്യം വലിപ്പമായതിനു ശേഷമാണ് ഇതളുകൾ വിരിയുന്നത്. പൂവിൻ്റെ മധ്യഭാഗത്തായി പിങ്കും വെള്ളയും മഞ്ഞയും കലർന്ന ആകർഷകമായ നാരുകൾ തിങ്ങിയ ഭാഗമുണ്ട്. പൂവുകൾക്ക് ഹൃദ്യമായ മണമുണ്ട്. ഈ പൂവിൻ്റെ ഉള്ളിലെ ശിവലിംഗവും അതിന് കുട ചൂടി 1000 തലയുള്ള അനന്തസർപ്പവും പോലുള്ള ആകൃതിയുണ്ട്. വലിയ പീരങ്കിയുണ്ട പോലുള്ള കായകൾ 25 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ളവയാണ്. ചെറിയ കായയിൽ 65 വിത്തുകൾ ഉള്ളപ്പോൾ വലിയവയിൽ 550 വരെ വിത്തുകൾ ഉണ്ടാകാറുണ്ട്. കായ മൂപ്പത്താൻ 1 വർഷം മുതൽ 1.5 വർഷം വരെ കാലങ്ങളെടുത്തു എന്ന് വരാം. പൂക്കളിൽ തേനില്ലെങ്കിലും പൂമ്പൊടിക്കായി തേനീച്ചകൾ എത്തുന്നുണ്ട്. പലതരം തേനീച്ചകളും കടന്നലുകളുമാണ് പരാഗണം നടത്തുന്നത്. നിലത്തു വീഴുമ്പോൾ തന്നെ കായകൾ പൊട്ടിത്തെറിക്കാറുണ്ട്. ഇത് നിലത്ത് വീണുടയുമ്പോൾ ശബ്ദമുണ്ടാകാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇതിനെ പീരങ്കി ഉണ്ടമരം എന്ന് പേര് വന്നത്. പൊട്ടാത്ത കായകൾ ചിലപ്പോൾ പല ജീവികളും വന്ന് പൊട്ടിക്കുന്നു. പക്ഷികളുടെയും ചില ജീവികളുടെയും ഭക്ഷണമാണ് കായയും വിത്തുകളും. ജീവികളുടെ ദഹനേന്ദ്രിയങ്ങൾ വഴി കടന്നുപോയാലും വിത്തുകളുടെ മുളയ്ക്കൽ ശേഷി നഷ്ടമാവില്ല. കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ 6 അറകളിലായി മാംസളഭാഗം കാണപ്പെടുന്നു. ഉള്ളിലെ ഭാഗത്തിന് ഇളം പൊന്മാൻ നീല നിറമാണ്. വായുവുമായുള്ള സമ്പർക്കത്തിൽ ആ നിറം ഇരുണ്ട നിറമായിട്ട് മാറും. കോഴി, പന്നി, കുരങ്ങ് തുടങ്ങിയ ജീവികൾ ആഹരിച്ച് അവയുടെ കാഷ്ടത്തിലും മലത്തിലൂടെയുമൊക്കെയാണ് വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത്. കായ്ക്ക് ചീഞ്ഞ ഒരു ചീത്ത മണമാണുള്ളത്. ഇനങ്ങളെ നോക്കാം. നാഗമരം വലിയ വൃക്ഷമാകുന്നതും കുറ്റിച്ചെടിയായിട്ടും 2 ഇനമുണ്ട്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. നിറയെ മനോഹരമായ പൂക്കളും പ്രത്യേകതയുമുള്ള ഫലവും ഉണ്ടാക്കുന്ന നാഗലിംഗമരത്തെ അലങ്കാര വൃക്ഷമായി പലയിടത്തും നട്ടു വളർത്താറുണ്ട്. പന്നികൾക്കും കോഴികൾക്കും കുരങ്ങുകൾക്കും ഒക്കെ തീറ്റയായി ഈ കായ ഉപയോഗിക്കാറുണ്ട്.
മനുഷ്യർക്ക് തിന്നാൻ കൊള്ളുമെങ്കിലും ഇത് ഭക്ഷ്യയോഗ്യമാണ് എങ്കിലും ഇതിൻ്റെ അനിഷ്ടകരമായ മണം കാരണം പൊതുവെ മനുഷ്യർ ഉപയോഗിക്കാറില്ല. എന്നാൽ ബുദ്ധ പാരമ്പര്യങ്ങളിൽ ഇത് ചില സ്ഥലങ്ങളിൽ ഇത് കഴിക്കാറുണ്ട്, മനുഷ്യർ കഴിക്കാറുണ്ട്. വേപ്പിൻ തൊലി ചതച്ചെടുത്ത് നാഗമരത്തോലിൻ്റെ നീരിൽ മുക്കി ഉണക്കി മരവുരിയായിട്ട് പണ്ട് സന്യാസിമാർ ഉപയോഗിച്ചിരുന്നു. നീഗ്രോ വംശജർ ഇതിൻ്റെ കായയുടെ ഉള്ളിലെ പൾപ്പെടുത്ത് ലഹരി പാനീയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വിശ്വാസവും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഈ മരം ശിവക്ഷേത്രങ്ങളിൽ വളർത്താറുണ്ട്. അവയ്ക്ക് താഴെയാവും മിക്കവാറും നാഗപ്രതിഷ്ഠകൾ. ശിവപൂജയ്ക്ക് ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സർപ്പക്കളമെഴുത്ത്, ആഭിചാര കർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇതിൻ്റെ പുഷ്പങ്ങൾ ഉപയോഗിച്ച് വരാറുണ്ട്. നാഗമരച്ചുവട്ടിൽ പൂജ നടത്തുന്നത് സർപ്പദോഷത്തിന് നല്ലതാണെന്നാണ് വിശ്വാസം. നാഗലിംഗമരം ഉള്ള ഇടങ്ങളിൽ പാമ്പ് വരില്ല എന്നും വിശ്വാസമുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പുഷ്പം, കേസരം, വിത്തിലെ എണ്ണ ഇവ ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട്. ചാതുർജാതത്തിൽ ഒന്നാണ് നാഗപ്പൂവ്. ഏലം, ഇലവർങ്ങം, പച്ചില, നാഗപ്പൂവ് ഇവ നാലും ചേരുന്നതാണ് ചാതുർജാതം. പലവിധ രോഗങ്ങൾക്ക് ഔഷധമായി നാഗലിംഗമരത്തെ ഉപയോഗിക്കാറുണ്ട്. നായ്ക്കളിലെ രോഗത്തിന് ഇതിനെ കായയുടെ പൾപ്പ് പുരട്ടാറുണ്ട്. നാഗപ്പൂ ആമദോഷം, ശരീരതാപം, അമിത വിയർപ്പ്, ഛർദി, നെഞ്ചരിച്ചൽ, ശരീരദുർഗന്ധം, ചൊറിച്ചിൽ, കുഷ്ഠം, വിസർപ്പം, കഫവിത്ത വിഷ വികാരങ്ങൾ, രക്താർശസ്, രക്താതിസാരം എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ്. ദഹനത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. ദശമൂലാരിഷ്ടത്തിലും കനകാസവത്തിലും ഇത് ചേർക്കുന്നുണ്ട്. ചില യോഗങ്ങളിൽ കുങ്കുമപ്പൂവിന് പകരം നാഗപ്പൂ ഉപയോഗിച്ച് വരാറുണ്ട്. ഇല വാറ്റിയെടുക്കുന്ന നീര് ചർമ്മരോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, നാഗബീജ തൈലം, അതായത് ഇതിൻ്റെ കുരുവിൻ്റെ തൈലം വാദം, വ്രണം, ചർമ്മരോഗങ്ങൾ എന്നിവയിൽ ബാഹ്യലേപനമായി ഉപയോഗിച്ചാൽ പെട്ടെന്ന് ശമനം ഉണ്ടാകുന്നതാണ്. രണ്ട്, ഇതിൻ്റെ തൈലം കൊണ്ടുണ്ടാക്കുന്ന ഫിഗോലിക് ലായനി തിളച്ച വെള്ളത്തിലൊഴിച്ച് ആവി പിടിച്ചു കഴിഞ്ഞാൽ പനിയും പീനസും ഒക്കെ ശമിക്കുന്നതായിരിക്കും. മൂന്ന്, നാഗപ്പൂ വെണ്ണയിൽ അരച്ചിട്ടാൽ പാദദാഹം ശമിക്കുന്നതായിരിക്കും. നാല്, നാഗകേസരം ഉണക്കിപ്പൊടിച്ച് 1 ഗ്രാം കുടജാരിഷ്ടം ചേർത്ത് കൊടുത്താൽ രക്താതിസാരം ശമിക്കുന്നതാണ്. 5, നാഗകേസര ചൂർണം, അതിൻ്റെ ഇതളുകൾ ഉണക്കിപ്പൊടിച്ചെടുത്താണ് നാഗകേസര ചൂർണം എന്ന് പറയുക. അത് 1/2 ഗ്രാം തേനിൽ അരച്ച് കരിമ്പിൻ നീര് അനുപാനമായി സേവിച്ചു കഴിഞ്ഞാൽ ഇക്കിള് മാറുന്നതാണ്. 6, 1 ഗ്രാം നാഗകേസര ചൂർണം തേനിൽ കൊടുക്കുകയും തൈര് മാത്രം കഴിക്കുകയും ചെയ്താൽ സ്ത്രീകളുടെ പ്രതരം അഥവാ വെള്ളപ്പോക്ക് ശമിക്കുന്നതാണ്. 7, നാഗപ്പൂവും ജീരകവും പഞ്ചസാരയും സമം പൊടിച്ച് സേവിച്ചു കഴിഞ്ഞാൽ തണ്ണീർദാഹം ശമിക്കുന്നതാണ്. വെള്ളത്തിലുള്ള അമിതദാഹത്തെയാണ് തണ്ണീർദാഹം എന്ന് പറയുന്നത്. 8, നാഗമരത്തിൻ്റെ ഇലയുടെ നീര് വെളിച്ചെണ്ണ ചേർത്ത് വയറ്റിൽ പുരട്ടി കഴിഞ്ഞാൽ വയറുരുണ്ട് കയറുന്നത് ശമിക്കുന്നതാണ്. 9, കുരുമുളകും ചുക്കും ഇരുവേലിയും നാഗപ്പൂവും കൂടി അരച്ച് തേച്ച് കഴിഞ്ഞാൽ തേനീച്ച കുത്തിയ വിഷം ശമിക്കുന്നതാണ്. 10, നാഗലിംഗ മരത്തിൻ്റെ തളിരിലകൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറിക്കിട്ടുന്നതാണ്. പാർശ്വഫലങ്ങളെ നോക്കാം. ഇതിൻ്റെ ചില പ്രയോഗ രീതികൾ: പുരുഷന്മാരെ അകത്ത് സേവിക്കുന്നത്, പുരുഷന്മാരെ വന്ധ്യരാക്കാനായിട്ട് ഇതിൻ്റെ പൂവ് ചില കഴിവുകളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ നേതൃത്വത്തിലും ഉപദേശത്തിലും വേണം സ്വീകരിക്കാനെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.